നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 9 പതിറ്റാണ്ടായി 2 ചരണങ്ങളിൽ പൂട്ടിയിട്ട വന്ദേ മാതരം 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ മുഴുവൻ ചരണങ്ങളോടെയും സ്വതന്ത്രമായി. രാജ്യമെങ്ങും വന്ദേ മാതരം അലയടിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം മുഴങ്ങി. എന്തിന്? കോൺഗ്രസ് ആസ്ഥാനത്ത് പോലും പതിറ്റാണ്ടുകളായി മറച്ചുവെച്ച വരികൾ മുഴങ്ങിയപ്പോൾ സോണിയയും ഖർഗെയും രാഹുലും എന്ത് ചെയ്യണമെന്നറിയാതെ തെക്കുവടക്ക് നോക്കി നിന്ന ചരിത്ര നിമിഷം. കേരളം മാത്രം വേറിട്ട് നിന്നു. കോൺഗ്രസ് ആസ്ഥാനത്തെ വന്ദേ മാതരം ആലാപനം ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണം, പിന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന വിശദീകരണവും. ഓരോ വാദവും കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുന്ന കാഴ്ച. കേരളമൊഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വന്ദേ മാതരത്തിന് വാതിൽ തുറന്നപ്പോൾ കേരളം എന്തിന് വാതിലടച്ചു? ഇത് ഇനിയൊരു പാട്ടിന്റെ രാഷ്ട്രീയം മാത്രമല്ല. വന്ദേ മാതരം പാടാൻ പോലും കോൺഗ്രസിന് മടിയുണ്ടോ എന്ന രാഷ്ട്രീയ വിചാരണയാണ്. BJP ഉയർത്തിയ അജണ്ടയിൽ കോൺഗ്രസ് കുടുങ്ങി. എതിർത്താൽ ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തപ്പെടുമെന്ന പേടി, അംഗീകരിച്ചാൽ ഇത്രയും കാലത്തെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയം. ആദ്യ ഉരകല്ലായ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ BJP രാഷ്ട്രീയമായി സ്കോർ ചെയ്തു. വന്ദേ മാതരം BJPയുടെ അജണ്ടയിൽ കോൺഗ്രസ് വെട്ടിലായോ? ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയുടെ അതേ പദവി നൽകിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടന്നതിന് ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ വന്ദേ മാതരം രാജ്യമെങ്ങും മുഴങ്ങുകയായിരുന്നു. വന്ദേ മാതരം പാടണം എന്ന നിർബന്ധം കേന്ദ്ര സർക്കാർ എടുത്തിരുന്നില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിയതാണ്. പക്ഷേ വന്ദേ മാതരം പാടണം എന്നുള്ള നിർബന്ധം ഇല്ലായിരുന്നു. പക്ഷേ പാടുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്നും അവഹേളിക്കരുതെന്നും ഉള്ള നിയമനിർമ്മാണം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനമായിരുന്നു. സംസ്ഥാനങ്ങൾ വന്ദേ മാതരം ആലപിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കണ്ടു. തമിഴ്നാട്ടിലുണ്ടായില്ല. കേരളത്തിലും സർക്കാർ നിലപാടെടുത്തു, വന്ദേ മാതരം ആലപിക്കില്ല എന്ന്. BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് കേരളത്തിൽ വന്ദേ മാതരം മുഴുവനായി മുഴങ്ങിയത്. അതേസമയം കോൺഗ്രസിലെ വെട്ടിലാക്കുന്ന ഒരു കാര്യമായിരുന്നു AICC ആസ്ഥാനത്ത്. അവിടെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായി ആലപിച്ചത്. നേതാക്കളുടെ അറിവോടെയല്ല വന്ദേ മാതരം മുഴുവനായി ആലപിച്ചത് എന്ന വിശദീകരണം വന്നെങ്കിലും എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിൽ വിശദീകരണം നൽകാനാവാതെ കോൺഗ്രസ് നേതൃത്വം കുഴങ്ങുകയാണ്. വന്ദേ മാതരം ആദ്യ 2 ചരണങ്ങൾ മാത്രമേ ആലപിക്കൂ എന്നുള്ള നിലപാടെടുത്തിരിക്കുന്ന കോൺഗ്രസിനെ ഇത് വെട്ടിലാക്കുകയായിരുന്നു. എന്താണ് AICC ആസ്ഥാനത്ത് സംഭവിച്ചത്? ആദ്യം അത് കാണാം. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീ ഫുല്ലകുസുമിത ദ്രുമദലശോഭിനീ സുഹാസിനീ സുമധുരഭാഷിണീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം കോടി കോടി കണ്ഠ കലകല നിനാദ കരലേ കോടി കോടി ഭുജേ ധൃത കര കരവാലേ കേവല
താരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാം അമലാം അതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം ശ്യാമലാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീം ഭരണീം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇതാണ് AICC ആസ്ഥാനത്ത് കാണാനായത്. ചെങ്കോട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം മുഴുവനായി ആലപിക്കുകയും ചെയ്തു. ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ CK ഷാക്കിർ, ശ്രീ ജവാദ് മുസ്തഫാവി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ CK ഷാക്കിർ, AICC ആസ്ഥാനത്ത് കണ്ട ഈ കാഴ്ചയുണ്ടല്ലോ, അത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒന്നാണല്ലോ. അത് മാത്രമല്ല, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നിങ്ങൾക്കും അത് പ്രശ്നമായിട്ടുണ്ട്. കാരണം 2 ചരണങ്ങളെ വന്ദേമാതരം ആലപിക്കൂ, ഇതാണ് രാഷ്ട്രീയ നിലപാട്. പക്ഷേ അത് AICC ആസ്ഥാനത്ത് തന്നെ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തേണ്ട ഒന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനെ മാത്രമല്ല നിങ്ങളെല്ലാവരെയും വെട്ടിലാക്കുന്ന ഒന്നായി മാറിയല്ലോ. ഇന്ന് രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. രാജ്യം പുരോഗതിയിലേക്ക് പോകട്ടെ എന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത് അതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രാഷ്ട്രത്തെ വിഭജനത്തിലേക്ക് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഖേദകരമായ സമയത്ത് നമ്മൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ഭരണകൂടം പോകുമ്പോൾ അത് ചർച്ചയാക്കാൻ താല്പര്യമില്ലാതെ ഇത്തരം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് നമ്മുടെ ഈ ചർച്ചകളെ കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ് എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് നിങ്ങൾ പറയുന്നത് പോലെ രാജ്യത്തെ ഏതെങ്കിലും മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പട്ടിണി പാവങ്ങളുണ്ട്, പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ രാജ്യത്ത് അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തോട്, രാഷ്ട്രത്തോട് നമ്മൾ സംവദിക്കേണ്ടത് എന്തിന്റെ പേരിലാണ് മഞ്ജുഷേ? ഇത്തരം അങ്ങനെയാണെങ്കിൽ ഈ ഗാനം പാടിക്കോട്ടെ എന്നുള്ള നിലപാട് നിങ്ങൾക്ക് എടുത്താൽ മതിയല്ലോ. ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇത് പാടണമെന്നുള്ള നിർബന്ധം പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഗാനം ആലപിക്കുന്നവർ ആലപിച്ചോട്ടെ എന്നുള്ള നിലപാടെടുത്താൽ മതിയായിരുന്നുവല്ലോ. ശ്രീ CK ഷാക്കിർ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല. ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. സർക്കാർ പാർലമെന്റ് ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കിയിരിക്കുന്നു. ആ സമയത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിയമമായ സ്ഥിതിക്ക് അത് നിങ്ങൾ തന്നെ മഞ്ജുഷ് തന്നെ തുടക്കത്തിൽ പറഞ്ഞു, നിർബന്ധമുള്ള സംഗതിയല്ല, അവഹേളിക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല എന്നതൊക്കെയാണ് നിയമം. അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. എന്തിനാണ് ഇങ്ങനെ ഇന്ന ആളുകൾ അത് ചെയ്തു, ഇന്ന ആളുകൾ ഇത് ചെയ്തിട്ടില്ല, അത് ആ പാർട്ടിയെ ബാധിക്കില്ലേ? ആ പാർട്ടിയെയും ബാധിക്കില്ല, ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങളെയും ബാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തടസ്സപ്പെടുത്തരുത് എന്നുള്ള നിയമനിർമ്മാണം വന്നു കഴിഞ്ഞു. അത് എല്ലാവർക്കും ബൈൻഡിംഗ് ആണ്. ആ സമയത്ത് അവിടെ AICC തടസ്സപ്പെടുത്തലുണ്ടായിരുന്നു. നിരവധി പ്രശ്നങ്ങളുണ്ട്, പരിഹാരമാവേണ്ട പ്രശ്നങ്ങൾ. ആ പരിഹാരമാവേണ്ട പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാമല്ലോ, ഇന്ത്യ മഹാരാജ്യത്ത് 150 കോടി ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് പെട്രോളിന്റെ വില വർധനവ്. ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 മുതൽ 14 നമ്മൾ എന്തായാലും പെട്രോളിന്റെ വില വർധനം അല്ല ചർച്ച വഴിതിരിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അല്ല, കോൺഗ്രസിന് ഒരു അബദ്ധം പറ്റി അതിനെ ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ടിയും വരും. കാരണം കോൺഗ്രസ് ആണ് വന്ദേമാതരം എന്തായാലും 2 ചരണത്തിൽ കൂടുതൽ ആലപിക്കാൻ പറ്റില്ല എന്ന കാര്യം പാർലമെന്റിൽ പോലും ചർച്ചയ്ക്കിടെ ഉറച്ച നിലപാട് സ്വീകരിച്ച ആളുകളാണ്. അവരുടെ ആസ്ഥാനത്ത് തന്നെ അങ്ങനെ വന്ദേമാതരം മുഴുവനെ ആലപിക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. ശ്രീ ജവാദ് മുസ്തഫാവി, ഇത് കോൺഗ്രസിന് പറ്റിയ ഒരു അബദ്ധം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന്റെ മുമ്പ് ഇതിന്റെ ചരിത്രപരമായ ചില വിശദാംശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കേരളത്തിൽ സമീപകാലത്ത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവൻ പാടണമെന്ന ഉത്തരവിടുന്നു. സർക്കാരിന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഗവർണറുടെ നിർദ്ദേശമാണ് പോലെയുള്ള ന്യായങ്ങൾ അതിനെ നിരത്തുന്നു. ഗവർണർ അത് നിഷേധിക്കുന്നു.
ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അത് ഇന്ന് എത്തി നിൽക്കുന്നത് AICC ആസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ സംസ്ഥാനത്തും വന്ദേ ഭാരതത്തിന്റെ വിവാദമായ സ്റ്റാൻസുകൾ ഉൾപ്പെടെ ആലപിച്ചു എന്നിടത്തേക്കാണ്. ഇത് കുറച്ചുകൂടി ഏകദേശം 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രചിക്കപ്പെട്ടതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന ഗീതം. ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെട്ട ഒരു ഗീതമാണിത്. അന്ന് തന്നെ ഈ ഗീതത്തിനെതിരെ 2 വിമർശനങ്ങളാണ്, വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഇതിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകളിൽ മാതൃഭൂമിയുടെ ഭംഗിയും സൗകുമാര്യതയും ഒക്കെ വർണ്ണിക്കുന്ന, അതിനെ പ്രകീർത്തിക്കുന്നതാണെങ്കിലും അതിനുശേഷമുള്ള 4 ചരണങ്ങൾ മാതൃഭൂമിയെ ഒരു ദേവതയായി സങ്കല്പിക്കുകയും അതിനെ വന്ദിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ ദൈവ സങ്കല്പത്തിന്റെ സ്വഭാവത്തിലുള്ള ഒന്നാണ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിമർശനം. എന്നാൽ രണ്ടാമത്തെ വിമർശനം ഈ ഗീതം ഉൾപ്പെട്ട ഇതിന്റെ ഇതിവൃത്തം ആനന്ദമഠം എന്ന നോവലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ സമീപകാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ഹിന്ദു നാഷണലിസം ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. പ്രമുഖ ചരിത്രകാരി തനിക സർക്കാരാണ് അതിന്റെ രചയിതാവ്. അതിലൊരു അധ്യായം തന്നെ ദ ബർത്ത് ഓഫ് എ ഗോഡസ് എന്നാണ്. അതില് ഈ ബങ്കിം ചന്ദ്രയുടെ ആനന്ദമഠം എന്ന നോവലുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അവലോകനങ്ങളുമാണ്. എന്താണ് ഈ നോവലിന്റെ ഇതിവൃത്തം എന്നാണ് അവർ പരിശോധിക്കുന്നത്. നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെയോ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുടെയോ ഇതിവൃത്തമല്ല ആനന്ദമഠം എന്ന നോവലിൻ്റെത് എന്നാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ നോവല് വളരെ ബോധപൂർവമായ ഒരു ഹിന്ദു പൊളിറ്റിക്കൽ സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ഹൈന്ദവ ദൈവ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സങ്കല്പത്തെയും നിർമ്മിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ഒരു അജണ്ട ഉൾപ്പെടുന്നതാണ് നോവൽ എന്ന് തനിക സർക്കാർ വിശകലനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം എങ്ങനെയാണ് ഇപ്പോൾ വർത്തമാനകാലത്ത് ഹിന്ദുത്വ ദേശീയതാവാദികൾ അവരുടെ ചില ചിന്തകളെ, അവരുടെ ചില ഈ ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളെ, അതിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് ബങ്കിം ചന്ദ്രയുടെ രചനകളിൽ ആന്റിസിപ്പേറ്റ് ചെയ്തത് എന്നുകൂടി അവർ ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പോ ഒരു മാതൃഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ദേവത, ആ ദേവതയുടെ കീഴിൽ ഒരുപാട് സന്യാസികൾ, അവരുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന കലാപങ്ങളാണ് ഈ നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ രചന എഴുതുന്നത്, ആനന്ദമഠം എഴുതുന്നത്, ബ്രിട്ടീഷുകാര് ബംഗാളിലുള്ള ജനങ്ങളെ പൗരുഷ്യമില്ലാത്തവരാണ്, ശാരീരികമായി ബലഹീനരാണ് പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ ഇതിന്റെ ഒരു കോംപ്ലക്സ് അദ്ദേഹത്തെ വളരെയധികം ആശങ്കാകുലനാക്കിയിരുന്നു ബങ്കിമിനെ. ആ ആശങ്കയിൽ നിന്നുകൂടിയാണ് അദ്ദേഹം ഈ ഒരു രചന നിർവഹിക്കുന്നത്. പക്ഷെ ഇതില് അദ്ദേഹം ഹൈന്ദവ വീരഗാഥകളിൽ ഏറ്റുപാടിയതാണ് വന്ദേ മാതരം. അപ്പോൾ ഈ ചരിത്രത്തിന്റെ വികല നിർമ്മിതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ 4 പതിറ്റാണ്ട് കാലം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏറ്റുപാടിയ ഒന്നാണ് വന്ദേ മാതരം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. 1935 മുതൽ 37 പിന്നെ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആദ്യത്തെ 2 സ്റ്റാൻസ്, 2 ഖണ്ഡിക മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് വന്നത്. അത് പ്രകൃതി വർണ്ണനയുമായിരുന്നു. പക്ഷേ മറ്റ് ചരണങ്ങളിലാണ് കൂടുതലായിട്ടും രാജ്യസ്നേഹം ഉയർന്നു വരുന്നത്. രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് ബ്രിട്ടീഷുകാരെ കേൾപ്പിച്ചു കൊടുക്കുവാനുള്ള ഈരടികൾ ഉള്ളത് ഈ അതിനുശേഷമുള്ള 3ാമത്തെ സ്റ്റാൻസ് മുതലാണ്. അത് വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്നിരുന്ന വരികൾ. അതാണ് 1937 വേണ്ടെന്ന് വെച്ചത്. അല്ലാതെ താങ്കൾ പറയുന്ന പോലെ ഈ ഹിന്ദു മുസ്ലിം വൈരം എന്ന രീതിയിലേക്ക് അത് ചില രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ശ്രീ ജവാദ് മുസ്തഫാബി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് പോലും വെളിയിൽ എതിർപ്പും ഉള്ളിൽ മറ്റൊന്നുമായി മാറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. പാടുന്നതും അതുപോലെ തന്നെ പറയുന്നതും രണ്ടും രണ്ടാണോ എന്നുള്ള കാര്യം. തനിക സർക്കാർ വിശകലനം ചെയ്യുന്നത് പോലെ ചരിത്രപരമായി ഇത് 37 ഉണ്ടാകുന്ന ഒരു വിവാദമൊന്നുമല്ല. എങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ രചിക്കപ്പെട്ടതെന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു നോവലിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? അറിവുള്ള ആളുകൾ, മര്യാദ പഠിപ്പിക്കുന്ന ആളുകൾ, ഇങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളെ പ്രകീർത്തിക്കുന്ന പല ഭാഗങ്ങളും ഉൾപ്പെട്ടതാണ് ആനന്ദമഠം എന്ന നോവൽ. അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിം വിരുദ്ധ പ്രൊജക്ട്. ഹൈന്ദവതയുടെ പൗരുഷത്തെ പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾ ബലഹീനരല്ല എന്ന് തെളിയിക്കേണ്ടത് മുസ്ലിങ്ങളുടെ മേൽ അധികാരം പ്രയോഗിച്ചുകൊണ്ടാണ് എന്ന ഒരു അജണ്ട സൃഷ്ടിക്കുന്ന ഒരു നോവലാണത്.
അതാണ് അതിലെ പ്രധാനമായി രാഷ്ട്രീയമായി ഉയർന്ന ഒരു വിവാദം എന്ന് പറയുന്നത്. ഈ രണ്ട് വിമർശനങ്ങളാണ്. അതിനെ തുടർന്ന് ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് 1937 ഇതിൽ ആദ്യത്തെ മാതൃഭൂമിയെ പ്രകീർത്തിക്കുന്ന 2 ചരണങ്ങൾ മാത്രമേ ആലപിക്കേണ്ടതുള്ളൂ, ബാക്കിയുള്ളത് ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കാൻ പാടില്ല എന്ന തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി സ്വീകരിക്കുന്നത്. എന്നാൽ അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആ 2 ചരണങ്ങളും ആലപിക്കുന്നതിനെതിരായിരുന്നു. എന്നാൽ 1937 നിന്ന് 2006 എത്തുമ്പോൾ ഈ 2 ചരണങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ളതും പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് AICCയുടെ നേതാക്കളും കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരും, വിശിഷ്യ കേരളത്തിൽ അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായി. ഈ ഉത്തരവിനെ പിൻവലിച്ചത് ഒരിക്കലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജാഗ്രതയുടെ ഭാഗമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതര കോൺഗ്രസ് സ്റ്റേറ്റുകളിലും കോൺഗ്രസിന്റെ ആസ്ഥാനങ്ങളിലും ഇന്ന് നടന്ന ഗീതങ്ങൾ. കേരളത്തിൽ അത് ആലപിക്കപ്പെടാതെ പോയത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ, കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങളുടെ, പ്രതിരോധത്തിന്റെ വിജയം മാത്രമാണ്. 1937 നിന്ന് 2026 എത്തുമ്പോൾ കോൺഗ്രസിന് സംഭവിച്ച അപജയങ്ങളും തങ്ങളുടെ പാരമ്പര്യവും ചരിത്രപരമായ പൈതൃകവും അവകാശപ്പെടാനുള്ള ഒരു ശേഷി വർത്തമാനകാലത്ത് കോൺഗ്രസിനുണ്ടോ എന്നുകൂടി പരിശോധിക്കാൻ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പക്ഷെ അവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും ഖാർഗെയും ഒക്കെ അസ്വസ്ഥരാകുന്നത് കാണാമായിരുന്നു കേട്ടോ. അതായത് തങ്ങളുടെ അറിവോടെ അല്ല അവിടെ വന്ദേമാതരം മുഴുവനായി ആലപിച്ചത് എന്നുള്ള കാര്യം. അതായത് ആ 3ാമത്തെ ഖണ്ഡിക ആലപിച്ചു തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ സോണിയാഗാന്ധി അസ്വസ്ഥയാകുന്നുണ്ടായിരുന്നു. കാരണം ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന കാര്യം അവരുടെ ആ ശരീരഭാഷയിൽ വ്യക്തമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന വിശദീകരണം വിചിത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അതിനുശേഷം വന്ദേമാതരം ആലാപനം തടസ്സപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടായത്. തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമാണ്, നിർത്തുവാൻ പറയുകയായിരുന്നു സോണിയാഗാന്ധി ചെയ്തത്. പക്ഷേ പിന്നീട് ജയറാം രമേശ് വളരെ തന്ത്രപരമായിട്ട് തടസ്സപ്പെടുത്തലുണ്ടായില്ല, അവിടെ സോണിയാഗാന്ധി കസേര വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞത് ഈ നിയമനിർമ്മാണം നടന്നതുകൊണ്ടാണ്. നിയമനിർമ്മാണത്തിൽ പറയുന്നത് ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയാണ്. അതിനാൽ തന്നെ 3 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമായി മാറും വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ എന്നുള്ളത്. അത് ആ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെട്ടത് കൊണ്ടാണെന്ന് കരുതുന്നു കേട്ടോ. കാരണം അതൊരു മറ്റൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കാം. ശ്രീ യുവരാജ് ഗോകുൽ, ഈ പറഞ്ഞതുപോലെ ജവാദ് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു എന്ന കാര്യം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ അവിടെ ഒരു അബദ്ധം പറ്റിയതാണോ? ഇല്ല, 1936 ഒരുപക്ഷെ അവസാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വേദിയിൽ വന്ദേമാതരം എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള ആ ഗാനം പരിപൂർണമായിട്ടും ആലപിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം 1937 മുതൽ അവരെൻ്റെ 2 സ്റ്റാൻസ മാത്രമേ പാടുന്നുള്ളൂ. എന്തായിരുന്നാലും ശരി തന്നെയാണ്, 90 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വന്തം ആസ്ഥാനത്ത് അവർ ഭാരതീയമായിട്ടുള്ള ഒരു ആത്മാഭിമാനത്തിനെ വീണ്ടെടുത്തു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. 9 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ഭയമില്ലാതെ വന്ദേമാതരം പരിപൂർണമായിട്ട് AICC ആസ്ഥാനത്ത് പാടാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുകയാണ്. പിന്നെ ശ്രീ ജവാദ് ഇവിടെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് പറയുന്നത് ബോധപൂർവം തന്നെയാണ് എന്നാണ്, അല്ലേ? മഞ്ജുഷ, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന വാർത്തകൾ, വിവാദങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ പോലും എത്ര തവണ നമ്മൾ ഈ പറയുന്ന രാത്രി ചർച്ചകളിൽ എടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് അവർ ഈവന്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കൊന്നും അല്ലല്ലോ വന്ദേമാതരം പാടാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നത്. സേവാദളിൻ്റെ പ്രവർത്തകരാണ് വരികയും പാടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സേവാദളിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തോന്നില്ല, അവർക്കും ഉണ്ടാകില്ല ഒരു ആത്മാഭിമാനം, അവർക്കും തോന്നില്ല ഞങ്ങൾക്കും ഒരു തവണ ഇതിവിടെ പാടണമെന്നുള്ളതിനെ കുറിച്ചിട്ട്. സ്വാഭാവികമായിട്ടും അവർ പാടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളോ കോൺഗ്രസ് എന്നോ ആ രാഷ്ട്രീയ പാർട്ടിയെ ഏതോ ഒരു കുടുംബത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് കാലം കുറേ ആയിന്നേ. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് അത് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ട്? 4 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിലിരിക്കുന്നത്. അതിനകത്ത് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് മാത്രം ഇവിടെ മാത്രം പാടിയിട്ടില്ല. കർണാടകയിൽ പാടിയില്ലേ, ഹിമാചൽ പ്രദേശിൽ പാടിയില്ലേ, തെലങ്കാനയിൽ പാടിയില്ലേ, ഇവിടെ എല്ലാം പാടുന്ന സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? കാരണം ഇന്ത്യൻ
നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഇന്നും ദേശീയതയുടെ DNA ഉണ്ടെന്നേ. അതുകൊണ്ട് അവർക്ക് പാടണമെന്ന് തോന്നി അവർ പാടി. കേരളത്തിലേക്ക് വരുമ്പോൾ അവർ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ പാടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല. അത് ഇതേ പാറ്റേൺ തന്നെയാണ് അവിടെയും പിന്തുടർന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സേവാദളിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സധൈര്യം പാടി. ഏതെങ്കിലും ഇറ്റാലിക്കാരുടെ തിട്ടൂരത്തിന് വഴങ്ങി പാടാതിരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. നോക്കൂ, അവിടെ സോണിയാഗാന്ധി എത്ര വലിയ റിബല്യൻ ഉണ്ടാക്കാൻ നോക്കി. അവർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, നിർത്താൻ പറയുന്നു, ഇല്ലേ? അവർ പലതും ശ്രമിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അവരെ നിർത്തിയോ? അവർ നിർത്തിയില്ല. അവർ സധൈര്യം പാടി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം 9 പതിറ്റാണ്ടിന് ശേഷം നിങ്ങൾ പാടാൻ തയ്യാറായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലൊരു സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ ജവാദ് പറഞ്ഞ കാര്യം BJPയുടെ അജണ്ടയിൽ കോൺഗ്രസ് കൊത്തി എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇത് വന്ദേ മാതരം 1937 മുതൽ തന്നെ 2 ചരണം മതി എന്നുള്ള കാര്യം തീരുമാനിച്ചതാണ്. 1950 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ BJP അത് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയും ദേശീയഗാനത്തിന് തുല്യമായ പദവി നൽകിക്കൊണ്ട് നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഇത് കോൺഗ്രസ് ആ അജണ്ടയിൽ വീണുപോയി എന്നുള്ളതാണ് ജവാദിന്റെ ആരോപണം. അജണ്ടയിൽ വീണത് 1937 അജണ്ടയിൽ വീണത്. ആ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അജണ്ടയിലാണ് അതിനകത്തേക്ക് വീണിരിക്കുന്നത്. അല്ലാണ്ട് BJPയുടെ അജണ്ടയിലല്ല കോൺഗ്രസ് വീണത്. കോൺഗ്രസ് എന്നോ വീണ് കഴിഞ്ഞതാണ്. 1937 അവർ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അജണ്ടയിൽ അവർ വീണു. അങ്ങനെ വീണിട്ടാണ് അവർ ഈ പറയുന്ന വന്ദേ മാതരത്തിന് അറ്റം വെട്ടി മാത്രം പാടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ വന്ദേ മാതരത്തിന് ഹലാൽ സ്റ്റാറ്റസ് കിട്ടുള്ളൂ, അനുവദനീയമാവുകയുള്ളൂ. ഹലാലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അനുവദനീയമാവുകയുള്ളൂ. അങ്ങനെ വന്ദേ മാതരത്തിനെ ഹലാലാക്കി പാടിയാണ് 1937 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുന്നത്. 1937 അവർ ഈ പറയുന്ന ആരുടെയെങ്കിലും അജണ്ടയിലേക്ക് വീണുപോകുന്നെങ്കിൽ വീണുപോകുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുന്നത്. പിന്നെ ശ്രീ ജവാദ് പറഞ്ഞൊരു ഹിന്ദു ദേവതകളെ മാത്രമാണ് ഞാനൊരു കാര്യം മഞ്ജുഷ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒന്നാമത്തെ കേസ് അദ്ദേഹം പറഞ്ഞ ആനന്ദമഠം എന്ന് പറയുന്ന നോവല് വലിയ സ്വാധീനമൊന്നുമുള്ള നോവലല്ല, അതിന് വലിയ മഹത്വമൊന്നുമില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ റിബല്യൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആദ്യത്തെ റിബല്യൻ എന്ന് പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെങ്കിലും അതിനു മുമ്പ് 1770കളിൽ തന്നെ സന്യാസികളുടെ ലഹള ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ സന്യാസി ലഹളയെ കുറിച്ചിട്ട് ആനന്ദമഠം മാത്രമല്ല പറയുന്നത്, ഒരുപാട് ലിറ്ററേച്ചർ, എണ്ണമറ്റ ലിറ്ററേച്ചറുകൾ സന്യാസി റിബല്യനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇതിനോടെല്ലാത്തിനോട് പുച്ഛമാണ്. ഈ രാജ്യം ഏതൊക്കെ പ്രതീകങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ ആ പ്രതീകങ്ങളോടൊക്കെയും തന്നെ അവർക്ക് ഇന്ന് പുച്ഛമാണ്. ആ പ്രതീകങ്ങളോടൊക്കെയും തന്നെ അവർക്ക് ഇന്ന് പരിഹാസമാണ്. അത് അവിടെ നിന്നോട്ടെ, അത് നമ്മൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവരുടെ DNA അതങ്ങനെയാണ് കിടക്കുന്നത്. അതിനെ നമുക്കിനി പരിഹരിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. പക്ഷേ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ആനന്ദമഠം എഴുതപ്പെടുന്നത് 1882 പക്ഷെ വന്ദേ മാതരത്തിന് അതിനു മുമ്പുള്ള ചരിത്രമുണ്ട്. നവംബർ 7, 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ആദ്യമായിട്ട് എഴുതുന്നത്. ആ വന്ദേ മാതരത്തിനെ പിന്നീട് ആനന്ദമഠത്തിൽ എന്ന് പറയുന്ന നോവലിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആനന്ദമഠത്തിലേക്ക് മാത്രമായിട്ട് വന്ദേ മാതരത്തിനെ ചുരുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. വന്ദേ മാതരത്തിന് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 1896 രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് വന്ദേ മാതരത്തിനെ കോൺഗ്രസിന്റെ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 1905 ബ്രിട്ടീഷുകാർ ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുവാൻ നോക്കുന്ന ആ സമയം മുതൽ വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു വാർ ക്രൈ ആണ്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു വാർ ക്രൈ തന്നെയാണ്. വന്ദേ മാതരം പാടിയതിൻ്റെ പേരിൽ മാത്രം 5 രൂപ ഫൈൻ, അന്നത്തെ 5 രൂപ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തുകയാണ്, 5 രൂപ ഫൈൻ അടിച്ചു കൊടുത്തിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വന്ദേ മാതരം കണ്ടാൽ ഹാലിളകുന്ന ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു അന്ന്. അതേപോലെ തന്നെ വന്ദേ മാതരം കണ്ടാൽ ഹാലിളകുന്ന മറ്റൊരു കൂട്ടരും ഉണ്ടായിരുന്നു. ആ കൂട്ടരെന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാരായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ പ്രേതം കൂടി ഒരു മുസ്ലിം ലീഗ് ഇന്നും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നോക്കൂ, അങ്ങ് ഇവിടെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സാക്കിർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? മാതൃഭൂമിയെ ദേവതയായി കണ്ട് ആദരിക്കുന്നു, അത് പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ആർക്കാണ് ഇതിനുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മാതൃഭൂമിയെ ദേവതയായി കണ്ട് നോക്കൂ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണ്ടേ? നമ്മുടെ രാജ്യം, ഇപ്പം നമ്മുടെ കേരളം തന്നെ എടുത്തോളൂ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, പിന്നെ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ മദിരാശി, മൈസൂർ, വിജയനഗരം, ഇങ്ങനെ എണ്ണം പറഞ്ഞ 300-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റുകളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അന്നത്തെ കൊളോണിയൽ ഫോഴ്സ് ബ്രിട്ടീഷുകാരാണ്. അതിന് മുമ്പ് മറ്റ് പല കൊളോണിയൽ ഫോഴ്സസും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കൊളോണിയൽ ഫോഴ്സസിനെതിരായിട്ട് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെ മുഴുവൻ
മുഴുവൻ ഒരുമിപ്പിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രം ഒന്നാണെന്നും ഈ രാഷ്ട്രത്തിന്റെ മക്കളായിട്ടുള്ള നമ്മൾ തമിഴനും തെലുങ്കനും മറാഠിയും കന്നഡക്കാരനും ഗുജറാത്തിയും എല്ലാവരും ബീഹാറിയും എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു പൊതുവികാരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യണമായിരുന്നു. അങ്ങനൊരു പൊതുവികാരം സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ രാഷ്ട്രത്തിനെ അമ്മയായിട്ടും ഈ രാഷ്ട്രത്തിന്റെ മക്കളായ നമ്മളെല്ലാവരും ആ അമ്മയുടെ മക്കളാണെന്നും കണ്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വൈകാരികത പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിലെ ഓരോരുത്തരുടെ ഉള്ളിലും സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് അനിവാര്യതയായിരുന്നു. അങ്ങനെ അനിവാര്യമായ ആ സാഹചര്യത്തിൽ ആ ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു നറേറ്റീവ് കൃത്യമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആ സംഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഭാരതത്തിനെ ദേവിയായി കണ്ട് ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഭാരതത്തിനെ ദേവിയായി കണ്ട് ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സാമാന്യ ജനങ്ങളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുക കൂടിയാണ്. എങ്ങനെ പ്രചോദിപ്പിക്കുന്നു? ഈ രാഷ്ട്രം എന്ന് പറയുന്നത് സാക്ഷാൽ ദുർഗയാണ്. ആ ദുർഗ എന്ന് പറയുന്നത് 1000 കൈകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് കൈകളിൽ ആയുധങ്ങളും ഏന്തി നിൽക്കുകയാണ്. ഏതാണ് ഈ കോടിക്കണക്കിന് കൈകൾ? നമുക്കറിയാവുന്ന ദുർഗാദേവിക്ക് കോടിക്കണക്കിന് കൈയൊന്നുമില്ല. ആ കോടിക്കണക്കിന് കൈകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തിയുമാണ്. ഈ രാഷ്ട്രത്തിന്റെ ഓരോ പൗരനെയുമാണ് എന്തെന്ന് പറഞ്ഞത്? ഈ കോടിക്കണക്കിന് കൈകൾ എന്ന് പറയുന്നത്. ആ കോടിക്കണക്കിന് കൈകൾ ഉള്ളപ്പോൾ ഹേ മാതേ, നീ എങ്ങനെ അബലയാകും? നീ ബലശാലിയാണ് എന്നാണ് വന്ദേ മാതരം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് ആർക്കാണ്? ഈ വരികളിൽ പ്രശ്നം ഉണ്ടാകുന്ന ആർക്കാണ്? ഈ വരികളിൽ പ്രശ്നം ഉണ്ടായതാണ് ബ്രിട്ടീഷുകാർ. കാരണം അവർക്ക് മനസ്സിലായി. കാരണം എന്താണ്? ഇത് ഈ രീതിയിൽ ഈ ഇമോഷൻ താഴേക്ക് പോയി കഴിയുമ്പോൾ അമ്മയായിട്ടുള്ള ഭാരതത്തിന് വേണ്ടിയിട്ട്, ദുർഗയായിട്ടുള്ള ഭാരതത്തിന് വേണ്ടിയിട്ട്, ആ ദുർഗയുടെ കോടിക്കണക്കിന് കൈകളിലെ ആയുധങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട്, തീപ്പന്തങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഓരോ ഭാരതീയനും തയ്യാറാകും എന്ന് പറയുന്ന ആ ഇമോഷൻ വർക്കൗട്ട് ആകുമെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ വന്ദേ മാതരത്തിന് 5 രൂപ ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയാണ് നിങ്ങളുടെ അജണ്ടയിലേക്ക് വീണത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അജണ്ടയിലേക്ക് വീണത്? കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ദുരാഷ്ട്രവാദം ഉന്നയിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ രാജ്യത്തിന് ദേവതയായിട്ടൊക്കെ ആരാധിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഗാന്ധിജി ആയിരുന്നാലും ശരി, നെഹ്റു ആയിരുന്നാലും ശരി, പട്ടേൽ ആയിരുന്നാലും ശരി തന്നെയാണ് മുഴുവൻ ആൾക്കാരും എന്താണ് ഒരു വിഭജനത്തിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ആ വിഭജനത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശരി, നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞങ്ങൾ കുറേയൊക്കെ അനുസരിക്കാൻ തയ്യാറാണ് എന്നുള്ള തലത്തിലേക്ക് അവർ താഴേക്ക് ഇറങ്ങി വരാൻ ശ്രമിച്ചു. അങ്ങനെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 95% മുസ്ലിം സമുദായത്തിലെ ആൾക്കാരും അന്ന് എന്ത് ചെയ്തു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. അവർ രാജ്യവും മേടിച്ചിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ഉള്ളവരെ ഇത് ബാക്കി പാടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് മനസ്സിലായി. ഇതാണോ മതേതരത്വം? സി കെ ഷാക്കിർ, ഇവിടെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ മറ്റെല്ലായിടത്തും വന്ദേമാതരം പൂർണ്ണമായിട്ട് ഇന്ന് ആലപിക്കുകയുണ്ടായി. പക്ഷേ ലീഗിന്റെ തടവറയിലാണ് കേരളത്തിൽ കോൺഗ്രസ്. അത് രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് BJP ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ശ്രീ യുവരാജ് പറഞ്ഞതും. നിങ്ങൾ മറുപടി പറയേണ്ടത് അതിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സാങ്കേതിക പ്രശ്നം കാരണം കേട്ടോ ഇല്ലേ? കേട്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഷാക്കിറിന് കേൾക്കാൻ പറ്റിയില്ല. അത്രയാണ്. അപ്പം ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം. ഒന്ന്, നമ്മളെ BJPയുടെ പ്രതിനിധിക്ക് ഒരു ജാള്യത ഇവിടെ ഇരിക്കുമുണ്ടാവും. ഈ സ്വാതന്ത്ര്യ ദിനം അതുപോലെ റിപ്പബ്ലിക് ദിനമൊക്കെ വരുമ്പോൾ ഇന്ത്യയിലെ RSSകാർക്കും BJPക്കാർക്കും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അലർജിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ദേശീയത എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, മതത്തിന്റെ പേര് പറയുക, എന്നാൽ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ ആവാതിരിക്കുക, എന്നിട്ട് മതം പറയാത്ത, മതമനുശാസിക്കാത്ത, സന്യാസിമാരോ മതത്തിന്റെ വേദഗ്രന്ഥങ്ങളോ ഒന്നും പറയാത്ത രീതിയിൽ മനുഷ്യരെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക, രാജ്യത്തെ നശിപ്പിക്കുക, രാജ്യത്തെ സൈനികരെ കൊലപ്പെടുത്തുക, സൈനികരുടെ ശവപ്പെട്ടിയിൽ പോലും കൈയിട്ട് വാരി അഴിമതി നടത്തുക, ഇതൊക്കെയാണ് ഇവർക്കിഷ്ട പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഇവർ ദയവ് ചെയ്തിട്ട് നമ്മളെ ആരെയും രാജ്യസ്നേഹം, രാഷ്ട്ര സേവനമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളതൊക്കെ തെളിയിച്ചതാണ്. പ്രത്യേകിച്ച് ഈ 150 കോടി ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് മഞ്ജുഷേ. അതെന്താ നിങ്ങൾ ചർച്ചക്കെടുക്കാത്തത്? ഈ വന്ദേ മാതരം ദേശീയ ഗീതം ആലപിക്കുന്നതിന്
അത് ആലപിക്കാത്തത് കൊണ്ടോ ആലപിക്കുന്നത് കൊണ്ടോ രാജ്യത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമോ ദോഷമോ ഉണ്ടോ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആലപിക്കാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ? ഏതെങ്കിലും ആളുകളെ ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരേ അഭിപ്രായമാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ 1950 ജനുവരി 24 നമ്മുടെ രാഷ്ട്രശില്പികൾ രാജ്യത്തെ നിയമമായി ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിച്ചു പോന്നതാണ്. ഇപ്പൊ 1996 BJP വാജ്പേയിയുടെ അധികാരത്തിൽ വരുന്നുണ്ട്. 30 വർഷം കഴിഞ്ഞിട്ടില്ലേ മഞ്ജുഷേ? ഇവരുടെ പ്രശ്നം എന്താ അറിയോ? ഇവർ ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഓരോ പുതിയ വിവാദങ്ങൾ കൊണ്ടുവന്ന് അത് പാർലമെന്റിൽ ഇവരുടെ സ്വാധീനം വെച്ച് ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ ഗോകുലെ പോലെയുള്ള BJPയുടെ സഹപ്രവർത്തകന്മാർ വിഷയം ശരിയായി മനസ്സിലാക്കാതെ, ഹൈന്ദവ മതത്തെ പോലും ശരിയായി മനസ്സിലാക്കാതെ മുസ്ലിംകളെ ദ്രോഹികളും രാജ്യദ്രോഹികളും ഒക്കെ ആക്കി ഷാക്കിർ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കേരളം ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും AICC ആസ്ഥാനത്തും വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ ഇന്ന് ഡിഫൻസീവ് മൂഡിലായിരിക്കുന്നത്. ചിലർ മാപ്പ് പറയുക പോലും ചെയ്തു. അങ്ങനെ AICC അതിലൊരു രാഷ്ട്രീയ ആരോപണമുണ്ട്. ലീഗാണല്ലോ അന്നും ആവശ്യപ്പെട്ടത്, അന്നത്തെ മുസ്ലിം ലീഗാണല്ലോ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും ഈ ബാക്കി ചരണങ്ങൾ ഒഴിവാക്കുക, ആദ്യ 2 ചരണങ്ങൾ മതി എന്നുള്ളത്, പ്രകൃതി വർണ്ണനയുള്ള ആദ്യ 2 ചരണങ്ങൾ മതി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ തടവറയിൽ കോൺഗ്രസ് നേതൃത്വം വന്നിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ആലപിക്കാൻ സമ്മതിച്ചില്ല. ചീഫ് സെക്രട്ടറി താഴേക്ക് ഉത്തരവ് കൊടുത്തിട്ട് പോലും. ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അതിനുള്ള മറുപടി നൽകണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ആലപിച്ചു. AICC ആസ്ഥാനത്തും കണ്ടു. AICC ആസ്ഥാനത്ത് പിന്നെ ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കാം, നേതാക്കൾ അറിഞ്ഞില്ല എന്ന് അവരുടെ ശരീരഭാഷയിൽ വ്യക്തമാണ്. നമ്മളെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയം നിർമ്മാണാത്മകമായ വല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. രാഷ്ട്രീയ വിമർശനങ്ങളെയോ അല്ലെങ്കിൽ മറ്റോ അംഗീകരിക്കണേനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോകുന്നത് വളരെ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ആ രീതിയിൽ മറുപടി നൽകണം. ഇദ്ദേഹം മാത്രമല്ല, യുവരാജ് മാത്രമല്ല, ഞാൻ മാത്രമല്ല, ജവാദും അത് പറഞ്ഞിരുന്നു. ജവാദും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ജവാദ് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുന്നതിനെതിരെ നിൽക്കുന്നയാളാണ്. പക്ഷെ നിങ്ങളുടെ നിലപാടിനെ അദ്ദേഹവും ചോദ്യം ചെയ്തിരുന്നു. അല്ല, ജവാദ് ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ലീഗിനെയും കോൺഗ്രസിനെയും നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, നമ്മൾ വകവെച്ച് കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് കൊണ്ടോ നിങ്ങൾ പറയുന്നത് കൊണ്ടോ അത് ശരിയാവണമെന്നില്ലല്ലോ. എന്റെ വാദം ഈ വിഷയത്തിൽ ഇത്രയാണ്. ഇത് പാർലമെന്റിൽ പുതിയ ബില്ല് ഇവർ കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ സംഘടനകളും ഒരേ നിലപാട് സ്വീകരിച്ചതാണ്. അവിടെ മുസ്ലിം ലീഗ് മാത്രം നിലപാടൊന്നുമില്ല. മാത്രവുമല്ല, ഇപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറയാൻ വന്നത് മഞ്ജുഷ് സമ്മതിച്ചിട്ടില്ല. 96 രാജ്യത്ത് ആദ്യത്തെ BJP ഗവൺമെന്റ് വരുന്നുണ്ട്. അതുപോലെ പിന്നീട് പല തവണകൾ, ഇപ്പൊ 3ാം തവണ തുടർച്ചയായി നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്നു. ഓരോ സമയത്ത് വിവാദ ബില്ലുകൾ ഓരോന്ന് കൊണ്ടുവന്ന് നിയമമാക്കുകയാണ്. എന്നിട്ട് രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വഴി മാറ്റുന്നു. ഇപ്പൊ ഞാൻ മഞ്ജുഷോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ രാജ്യത്തുണ്ട്. ന്യൂസ് 8 എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത്? അതൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. താങ്കൾ അതിൽ നിന്ന് ഒളിച്ചോടില്ല. അങ്ങനെയാണ് നിങ്ങളെടുത്ത താങ്കൾ പറയുന്നത് പാർലമെന്റിൽ നിലപാടെടുത്തുവെന്ന്. പാർലമെന്റിലെ നിലപാടായിരുന്നോ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് കണ്ടത് എന്നതിന് മറുപടിയില്ല ഷാക്കിറിന്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളും ചർച്ച. ഞാൻ മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ. അതെന്തുകൊണ്ട് മറുപടി പറയേണ്ട വിഷയമല്ല? കേരളത്തിൽ നിങ്ങളുടെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ തടവറയിലാണ് കോൺഗ്രസ് കേരളത്തിൽ. ബാക്കി സ്ഥലത്ത് ആ കുഴപ്പമില്ല. കാരണം മുസ്ലിം ലീഗിന്റെ കൂട്ടുകക്ഷി അല്ല മറ്റു ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളല്ലാണ്ട് അതിന് വസ്തുതയുണ്ടോ? VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്. മറ്റ് കഴിഞ്ഞ മുഖ്യമന്ത്രിയെ പോലെ അല്ല, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായി ശ്രീ VD സതീശൻ ഉത്തരം നൽകുന്നുണ്ട്. പിന്നെ എന്തിനാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത്? രാഷ്ട്രീയ വിമർശനങ്ങളാവാൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, മതപരമായി വേർതിരിവുണ്ടാക്കുന്ന, രാഷ്ട്രത്തെ മറ്റൊരു വിഭജനത്തിലേക്ക് തള്ളിവിടുന്ന ഈ അനാവശ്യ വിവാദങ്ങൾ എന്തിനാണ്? ജവാദ്, അപ്പോൾ താങ്കൾ ഉന്നയിച്ചതും ഈ രീതിയിലുള്ള വിമർശനമായി പോയി കേട്ടോ. ഇദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ, ഷാക്കിർ പറയുന്ന രീതിയിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയാണ്, തമ്മിലടിപ്പിക്കുന്ന കാര്യമാണെന്ന്. ജവാദ്, എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഷാക്കിറിന്റെ ഈ മറുപടിയെ? ഞാൻ ചോദിക്കുന്നത് 1937 വന്ദേ മാതരത്തിലെ 2 സ്റ്റാൻസുകൾ അല്ലാത്ത കാര്യങ്ങളിൽ ഇന്ത്യയുടെ ബഹുസ്വര മൂല്യങ്ങൾക്ക് നിരക്കാത്ത വരികളുണ്ടെന്നും അത് ഔദ്യോഗിക പരിപാടികളിൽ ആലപിക്കേണ്ടതില്ല, ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രമേ ആലപിക്കാൻ പാടുള്ളൂ എന്നും ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ കാലത്ത്, മഹാത്മാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചതാണ്.
ആ തീരുമാനത്തിൽ നിന്ന് 2026 കോൺഗ്രസിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ആ 2 സ്റ്റാൻസുകളും പാടാൻ പാടില്ല എന്ന് അന്ന് തീരുമാനമെടുത്ത മുസ്ലിം ലീഗ് അവരുടെ ഇന്നത്തെ തീരുമാനത്തിന്റെ വൈരുദ്ധ്യങ്ങളെ വിശദീകരിക്കേണ്ടതും അവരാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, അഭിമാനത്തോടെ നാം ആഘോഷിക്കേണ്ട സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത്തരം അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ രാജ്യസ്നേഹത്തിലും ഞാൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. 1986 പ്രമാദമായ ബിജോയ് ഇമ്മാനുവൽ കേസിനെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള ഒരു സ്കൂളിൽ 3 വിദ്യാർത്ഥികൾ, ബിജോയ് ഇമ്മാനുവൽ, ബിനു മോൾ, ബിന്ദു ഇമ്മാനുവൽ എന്നീ 3 വിദ്യാർത്ഥികൾ ക്രിസ്തു മതത്തിലെ യഹോവ സാക്ഷികൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഈ 3 കുട്ടികളും ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുമെങ്കിലും അവര് പാടാറില്ലായിരുന്നു. തങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും പ്രകീർത്തിക്കാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസ സങ്കല്പം എന്നാണ് അവര് ന്യായം പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിലൊന്നും വിവാദങ്ങളൊന്നും ഇല്ലെങ്കിലും 1985 ഒരു MLA നിയമസഭയിൽ ഇത് ഉന്നയിക്കുകയും അതിനുശേഷം ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. അധികാരികളുടെ ഉത്തരവിനെ തുടർന്ന് ആ സ്കൂളിലെ പ്രധാന അധ്യാപിക ഈ 3 വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അവരുടെ പിതാവ് ഇമ്മാനുവൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പ്രധാന അധ്യാപികയുടെ പുറത്താക്കലിനെ ശരിവച്ചു. അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോയി. അന്ന് സുപ്രീം കോടതി നൽകിയ വളരെ പ്രസക്തമായൊരു വിധിയുണ്ട്. നമ്മള് അവരുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അവർക്ക് നൽകുന്ന സംസാരിക്കാനുള്ള, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിൽ മൗനം പാലിക്കാനുള്ള അവകാശം കൂടി ഉൾക്കൊള്ളുന്നു എന്നാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യം. രണ്ടാമത്തത് ആർട്ടിക്കിൾ 25 അവർ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വകഭേദം ചെയ്യുന്ന മതപരമായ വിശ്വാസാധികാരം, അവരുടെ മതപരമായ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാനും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരുമായി ജീവിക്കാനുള്ള അവകാശം, ഈ 2 ഭരണഘടനാപരമായ അനുച്ഛേദങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് പുറത്താക്കിയ നടപടിയെ റദ്ദാക്കുകയും സ്കൂളിൽ തിരിച്ചെടുക്കാനുള്ള ഉത്തരവിടുകയും ചെയ്തു. അന്ന് സുപ്രീം കോടതി പറഞ്ഞ വളരെ പ്രസക്തമായ ചില വരികളുണ്ട്. അവർ ട്രഡീഷൻ ടീച്ചസ് ടോളറൻസ്, അവർ ഫിലോസഫി പ്രീച്ചസ് ടോളറൻസ്, അവർ അതിനെ തുടർന്ന് അവർ പറയുന്നത് നമ്മുടെ ഭരണഘടന അതും നമ്മളെ പരിശീലിപ്പിക്കുന്നത് പ്രാക്ടീസസ് അസ് ടോളറൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ സഹിഷ്ണുതാപരമായ നമ്മുടെ മുന്നോട്ട് പോക്കിനെ തകർക്കുന്ന സമീപനങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ലെറ്റസ് നോട്ട് ഡൈല്യൂട്ട് ഇറ്റ് എന്നാണ് അന്ന് സുപ്രീം കോടതി ആ ഉത്തരവിന്റെ അവസാനത്തിൽ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് അതാണ്, നമ്മള് ഇതിങ്ങനെ പാടിച്ച് ഇവിടെ ഈ രാജ്യത്തെ ആളുകൾക്ക് അവസാന ഭാഗത്ത് മാതൃഭൂമിയെ ഒരു ദേവതയായി സങ്കല്പിക്കുകയും ഇപ്പൊ ദുർഗാദേവിയെ പോലെ ഹൈന്ദവ ദേവസങ്കല്പങ്ങളെ കൊണ്ടുവരികയും അതിനെ വന്ദിക്കുകയും ചെയ്യുന്ന വരികൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കോ ക്രിസ്തുമത വിശ്വാസികൾക്കോ വിശ്വാസപരമായി പ്രയാസമുള്ളതാണെങ്കിൽ അത് പാടാതിരിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട്. അല്ല, ഇക്കാര്യത്തിലും അല്ല, ഈ ദേശീയ ഗീതത്തിന്റെ കാര്യത്തിലും അല്ല, ഈ പറയുന്ന വന്ദേമാതരത്തിന്റെ കാര്യത്തിലും നിർബന്ധമില്ല കേട്ടോ. ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നിർദ്ദേശം നൽകി എന്നതേ ഉള്ളൂ. അവിടെ ഒരിടത്തും നിർബന്ധമായും ആലപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിയമനിർമ്മാണം വന്നപ്പോൾ, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിയമനിർമ്മാണം വന്നപ്പോൾ ദേശീയ ഗാനത്തിന് അതേ സ്റ്റാറ്റസ് തന്നെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് നൽകിയപ്പോഴും ആ ബില്ലിൽ നിർബന്ധമായും ആലപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നതാണ് തെറ്റായി മാറുന്നത്. അതിന്ന് ACC ആസ്ഥാനത്തും ഒരു തരത്തിലുള്ള തടസ്സപ്പെടുത്തൽ വന്നിരുന്നു കേട്ടോ. വേണമെങ്കിൽ കേസ് എടുക്കാവുന്നതാണ്. അതേ ഉള്ളൂ, അല്ല നിർബന്ധിച്ചിട്ടില്ല. അല്ല, വന്ദേമാതരം നിർബന്ധമായും ആലപിക്കണം മുഴുവൻ ചരണങ്ങളും എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ദേശീയ ഗാനം പോലും ആലപിക്കണം എന്ന് നമ്മുടെ രാജ്യത്ത് നിർബന്ധമില്ല. ദേശീയ ഗാനം അവഹേളിക്കരുത് എന്നാണ്, അവഹേളിക്കരുത് എന്നേ ഉള്ളൂ. അവഹേളിക്കരുത്, അതിനെ അനാദരിക്കരുത്, അവഹേളിക്കരുത് എന്നേ ഉള്ളൂ. ആലപിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഈ രാജ്യത്ത് നിയമപരമായിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് ഈ രാജ്യത്ത് ആലോചിച്ച് നോക്കൂ, പുതിയ UDF സർക്കാർ അധികാരത്തിലേറുന്ന ദിവസം തന്നെ ഞങ്ങൾ അത് ജാഗ്രത കുറവുണ്ടായി എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അതിനെ പറയുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 1937 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ച
തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വന്ദേ മാതരത്തിന്റെ മുഴുവൻ സ്റ്റാൻസുകളും ആലപിക്കുകയുണ്ടായി. ഇന്ന് AICCയുടെ ആസ്ഥാനത്ത് ആലപിക്കുകയുണ്ടായി. അത് ഗവർണറുടെ ഉത്തരവാണ് എന്ന് ന്യായീകരിക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ആലപിക്കുകയുണ്ടായി. വിവിധ കോൺഗ്രസിന്റെ ആസ്ഥാനങ്ങളിൽ, കേരളത്തിൽ തന്നെ വനം വകുപ്പിന്റെ പരിപാടിയിൽ ആലപിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ വ്യാപകമായി അത് ഒഴിവാക്കപ്പെട്ടത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ, മലയാളികളുടെ രാഷ്ട്രീയ ജാഗ്രതയുടെ, മലയാളികളുടെ രാഷ്ട്രീയമായ പ്രതിരോധത്തിന്റെ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ തീർത്ത ശക്തമായ പ്രതിരോധത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ്. ഈ വൈരുദ്ധ്യത്തെ വിശദീകരിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. AICC ആസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നിരന്തരം ഇത്തരം ജാഗ്രത കുറവുണ്ടാകുന്ന ഒരു രാഷ്ട്രീയത്തെ. ജവാദ്, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ യുവരാജ് ഗോകുൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ലീഗിന്റെ ഒരു തടവറയിലാണ് കോൺഗ്രസ് ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ ആലപിക്കാതിരുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ പ്രശ്നമില്ല. കോൺഗ്രസിന് അവിടെ സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചത് എന്ന്. അപ്പോൾ ലീഗിന്റെ തടവറയിൽ നിൽക്കുന്ന കോൺഗ്രസിനെയാണ് ഇവർ ചിത്രീകരിക്കുന്നത്. അല്ല, ആ ആരോപണം എന്ന് പറയുന്നത് തീർത്തും മറ്റൊരു തരത്തിലുള്ള, വളരെ അസഹിഷ്ണുതയോടെയുള്ള, വർഗീയപരമായ താല്പര്യത്തിലുള്ള ഒരു ആരോപണം മാത്രമാണ്. അങ്ങനെ ലീഗിന്റെ തടവറയിലാണെങ്കിൽ PM ശ്രീ വിഷയത്തിൽ ലീഗിന്റെ മന്ത്രിമാർ, ലീഗിന്റെ നേതാക്കൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തന്നെ ലീഗിന്റെ ആദരണീയരായ പ്രസിഡന്റ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പാലിച്ചത് മൗനമായിരുന്നു പത്രക്കാരുടെ മുമ്പിൽ. ഇപ്പൊ ലീഗിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ലീഗിനും കോൺഗ്രസിനും അത്തരത്തിലുള്ള അതിന്റെ പാരമ്പര്യം, കോൺഗ്രസിന്റെ ചരിത്ര പാരമ്പര്യത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഇന്ത്യയുടെ ബഹുസ്വരതയെയും മതേതര സങ്കല്പങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ആരോടൊക്കെയോ ചില അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന് രണ്ട് പാർട്ടികളും തയ്യാറാകുന്നുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. പക്ഷേ ജവാദ്, മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ യുവരാജ് പറഞ്ഞ മറ്റൊരു കാര്യം, അത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നിങ്ങളിത് രാജ്യത്തെ അല്ല പ്രധാനമായിട്ടും കാണുന്നത്, രാജ്യത്തെക്കുറിച്ചുള്ള രാജ്യസ്നേഹമാണ് അവിടെ വർണ്ണിക്കുന്നത്. രാജ്യമാണ് മുന്നിൽ നിൽക്കുന്നത് ആ ഗാനത്തിൽ എല്ലായിടങ്ങളിലും. പക്ഷെ അവിടെ നിങ്ങൾ വർഗീയത കൊണ്ടുവരികയാണ് എന്ന്. കാരണം ഹിന്ദു ദേവതകളുടെ മാത്രം കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ബൈനറിയിലൂടെ തന്നെ എല്ലാവരും രാജ്യസ്നേഹം പ്രകടിപ്പിക്കണം എന്നൊക്കെ കരുതുന്നത് ഒരു വങ്കത്തരമാണ്. ആദരണീയരായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ദേശീയ ഗാനത്തിന്റെ വിഷയത്തിൽ സമീകരിച്ച ഒരു സമീപനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിനപ്പുറം ചില താല്പര്യക്കാർ തങ്ങൾ സൃഷ്ടിക്കുന്ന ബൈനറിയിൽ, തങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഫ്രെയിമിൽ തന്നെ അതിലൂടെ തന്നെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയല്ല. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കൂടെ കാണേണ്ടി വരും. ആ ദേശസ്നേഹം ആ രീതിയിൽ പ്രകടിപ്പിക്കേണ്ടവർ ആ രീതിയിൽ പ്രകടിപ്പിക്കട്ടെ, മുഴുവൻ ചരണങ്ങളും ആലപിക്കട്ടെ. വേണ്ടാത്തവർ വേണ്ട, ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ഇവിടെ. അത്രേ പറയുന്നല്ലോ, ആലപിക്കുന്നവർ ആലപിക്കട്ടെ. പിന്നെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യം അല്ല. അപ്പോൾ തടസ്സം പറയേണ്ട ആവശ്യമില്ലല്ലോ, ആലപിക്കുന്നവർ ആലപിക്കട്ടെ. ഇപ്പോ ഈ മുസ്ലിം വിശ്വാസികൾ മദ്രസകളിലൊക്കെ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടികളിൽ ഒരു അറബിക് പഴമൊഴി ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാജ്യസ്നേഹം എന്ന്. അത് വിചാരിച്ച് അത്തരം അറബിക് പഴമൊഴി രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഈ രാജ്യത്ത് എല്ലാവരും പറയണമെന്ന് അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ല. ഓരോരുത്തരും അവരുടേതായ ഭാഷയിൽ, അവരുടേതായ രീതിയിൽ രാജ്യസ്നേഹം പ്രകടിപ്പിക്കട്ടെ. രാജ്യത്തോട് കൂടുതൽ മറുപടി നിങ്ങൾക്ക് പറയുന്ന ആ ഫ്രെയിമിലൂടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് രാജ്യസ്നേഹം. തീർച്ചയായിട്ടും ഞാൻ ഒന്നൊന്നായിട്ട് മറുപടി പറയാം. ശ്രീ ഷാക്കിർ പറഞ്ഞു രാജ്യത്ത് വിലക്കയറ്റമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന്. വിലക്കയറ്റം നമുക്ക് ചർച്ച ചെയ്യാം ഷാക്കിറെ. കാര്യം നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇൻഫ്ലേഷൻ രാജ്യത്ത് 2% 10% മുകളിലായിരുന്നു. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4.45% ഉള്ളൂ. അതുകൊണ്ട് ഇൻഫ്ലേഷനൊക്കെ ചർച്ച ചെയ്യുന്നതിന്, വിലക്കയറ്റമൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഷാക്കിർ പറഞ്ഞാൽ മതി, എവിടെയാണെന്ന് വെച്ചാൽ ചർച്ച ചെയ്യാനോ ഡിബേറ്റ് ചെയ്യാനോ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ വന്നോളാം. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഷാക്കിർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ വേറെ, BJPക്കാർ വേറെ, ഇങ്ങനൊരു ബൈനറിയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നോക്കൂ, ആ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാകുന്ന 1900 അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞോ മിണ്ടായിരുന്ന ആളല്ലേ. 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാകുന്നത്. BJP ഉണ്ടാകുന്നത് 1980 മാത്രമാണ്. 1875 വന്ദേമാതരം ഈ രാജ്യത്ത് പിറവിയെടുക്കുന്നത്. 1905 അതൊരു വലിയ ബാറ്റിൽ ക്രൈ ആയിട്ട് മാറുന്നത്. ആ കാലഘട്ടത്തിൽ RSS ഉണ്ടാകുന്നതിന് 2 പതിറ്റാണ്ട് മുമ്പാണ് വന്ദേമാതരം പാടിയ കുട്ടികൾക്ക് 5 രൂപ വെച്ചിട്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാട്ടിനകത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ അവഹേളിക്കുന്നുണ്ടോ?
ഏതെങ്കിലും ഒരു മതവിഭാഗം മോശമാണ് എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം മാത്രമാണ് നല്ലത് എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഏതെങ്കിലും ഒരു ദേവത മാത്രമാണ് ഇവിടെ ആരാധനയ്ക്ക് അർഹരായിട്ടുള്ളത് എന്നുള്ള തലത്തിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ. ഈ രാഷ്ട്രത്തിനൊരു ശക്തിയുണ്ടെന്നും ഈ രാഷ്ട്രം ഇപ്പോൾ ഇങ്ങനെ അടിമത്തത്തിൽ കിടക്കേണ്ടുന്ന ഒന്നല്ലെന്നും ഇത് ശരിക്കും ദുർഗയെ പോലെ കോടിക്കണക്കിന് കൈകളിൽ ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന, അടിച്ചാൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ളൊരു ദുർഗയാണ് എന്നുമല്ലേ ഈ ഗാനത്തിനകത്ത് പറയുന്നുള്ളൂ. ഇതിനകത്ത് എന്താണ് RSSും BJPയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു വശത്ത് പറയുന്നുണ്ട് സാധാരണ ഹിന്ദുമത വിശ്വാസികൾ. സാക്കിറ, ഇത് സാധാരണ ഹിന്ദു മതത്തിനകത്തുള്ള, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഹിന്ദു സാംസ്കാരിക കാഴ്ചപ്പാടിനകത്തുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇവിടെ പുഴകളെ ദേവിയായിട്ടും ദേവതമാരായിട്ട് ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രകൃതി ആരാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാധിക്കപ്പെടുന്നത് കൊണ്ട് മാത്രം എന്താണ് മറ്റേതെങ്കിലും മതത്തിന് ഇത് എതിരാണെന്നോ അവരവിടെ ആരാധന നടത്താൻ പാടില്ല എന്നോ പറയുന്നുണ്ടല്ലോ. ഇതാണല്ലോ വിശാലമായിട്ടുള്ളൊരു ഹിന്ദുമത കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ കാഴ്ചപ്പാടിൽ തന്നെയല്ലേ ഇത് പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു വശത്ത് നിങ്ങൾ പറയുകയാണ് ഹിന്ദു വിശ്വാസികൾ ഓക്കെ, കുഴപ്പമില്ല, RSSും BJPയും ആണ് പ്രശ്നം. നോക്കിവിടെ RSSനെയോ BJPയോ പുകഴ്ത്തി പാടുന്നതല്ല വന്ദേമാതരം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തിന് അടിസ്ഥാനമാക്കി നിർത്തിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഗാനം മാത്രമാണത്. അതിനോട് നിങ്ങൾ ഒരു വശത്തൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇതിനോടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഏതിനോട്, ഹിന്ദുക്കളോടോ ഹിന്ദുക്കളുടെ വിശ്വാസ രീതികളോടോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നാണ്. പിന്നെ എന്തിനോടാണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, ഏകദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേവൻ മാത്രം ആരാധനയ്ക്ക് അർഹൻ, ബാക്കി ഒരു ദേവനും ദേവതകളും ഒന്നും തന്നെ ആരാധനയ്ക്ക് അർഹരല്ല എന്നുള്ളതാണ് ഈ നിങ്ങളുടെ പൊതുവിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ഈ രാജ്യത്തിനെ അങ്ങനെ ദേവതയെ കണ്ട് ആരാധിക്കുക, അങ്ങനെ ഈ രാജ്യം അങ്ങനെ ആരാധനയ്ക്ക് അർഹമൊന്നുമല്ല, കാരണം ഞങ്ങളുടെ ദൈവം മാത്രമേ ആരാധനയ്ക്ക് അർഹമായിട്ടുള്ളൂ എന്നുള്ള കാര്യം. ശരി, അങ്ങനൊരു വിശ്വാസം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടണ്ട, നിങ്ങളോട് പാടാൻ പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയായിരുന്നല്ലോ 1947 പാർട്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും പാടാൻ പറ്റില്ല, മറ്റൊരു കാര്യമുണ്ട്, രാജ്യത്ത് ജീവിക്കാൻ സാധിക്കില്ല, പ്രശ്നം. പാടാത്തവരെ ദേശസ്നേഹികളല്ല എന്ന് ചിത്രീകരിക്കും, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അല്ല, പാടാത്തവരെ മഞ്ജുഷ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു കൂട്ടത്തിൽ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ചെന്നിട്ട് ഓരോരുത്തരുടെയും വായിക്കാത്ത നോയിക്കൊണ്ടിരിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾ പാടുന്നുണ്ടോ, നിങ്ങൾ പാടുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് എവിടെയെങ്കിലും? നമ്മൾ എത്രയോ കാലമായിട്ട് ഇവിടെ ജനഗണമന പാടിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ജനഗണമന ആര് പാടുന്നു ആര് പാടുന്നില്ല, ഓരോ കൂട്ടത്തിൽ പോയിട്ട് ഇവിടെ ഇൻസ്പെക്ഷൻ വല്ലതും നടക്കുന്നുണ്ടോ? കേരളത്തിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആലപിച്ചു, BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും ആലപിച്ചു. അപ്പോൾ നിങ്ങളുടെ ഒരു നെഗറ്റീവ് എങ്ങനെയാണ്? ഈ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് ദേശസ്നേഹമില്ല, അതുകൊണ്ട് അവർ ആലപിച്ചില്ല. അല്ല, മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, അവർ എന്നോ മറ്റൊരാൾക്ക് കീഴ്പ്പെട്ടാണെന്ന് ജീവിക്കുന്നത്. 1937 എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? മുസ്ലിം ലീഗിന് കീഴടങ്ങിയിട്ടാണ് നിലപാടെടുക്കുന്നത്. ഈ ദുരാഷ്ട്രവാദം അങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുമെങ്കിൽ അവസാനിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. എന്നിട്ട് അവസാനിച്ചോ? ഇല്ല. 1947 സ്വതന്ത്രമായിട്ട് മറ്റൊരു രാജ്യവും കൂടി ഉണ്ടാക്കി നമുക്ക് കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അത് പോയി. ഓക്കെ, ശരി. ഈ ദുരാഷ്ട്രവാദം ഉണ്ടാക്കിയവർ, ഇവിടെ ഈ പറയുന്ന ബഹു സാംസ്കാരികതയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരെല്ലാവരും കൂടി പുതിയൊരു രാജ്യം ഉണ്ടാക്കി പോയി. എന്നാലെങ്കിലും തിരിച്ച് സ്വത്വത്തിലേക്ക് വരാനുള്ള ഒരു ആംബിയർ കോൺഗ്രസ് കാണിക്കണ്ടായിരുന്നോ? കാണിച്ചില്ല. പകരം എന്ത് ചെയ്തു? വീണ്ടും അതിനെ അതേ തലത്തിൽ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. ഇപ്പോൾ സാക്കിർ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും BJP ഓരോ പുതിയ ബില്ല് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പുതിയൊരു നിയമം ഉണ്ടായിക്കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. 96 വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നു, അന്ന് വന്ദേമാതരം ഫുള്ളായിട്ട് പാടാൻ പറഞ്ഞില്ല. നരേന്ദ്രമോദി സർക്കാർ വന്ന് 12 വർഷം കഴിഞ്ഞു, ഇപ്പോഴും പറഞ്ഞില്ല. ശരിയാണ്, പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്? കാരണം 1875 വന്ദേമാതരം പിറവിയെടുക്കുന്നത്. വന്ദേമാതരത്തിന്റെ 150ാം ജന്മവാർഷികമാണ് നമ്മൾ കഴിഞ്ഞ വർഷം ആചരിച്ചത്, അല്ലെങ്കിൽ ആഘോഷിച്ചത്. അതുകൊണ്ടാണ് ഈ 2025 ശേഷം 1875 നവംബർ 7 2025 നവംബർ 7 150 വർഷമാകുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ദേശീയ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് വന്ദേമാതരം പരിപൂർണമായിട്ട് ആലപിക്കണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുന്നത്. അത് വന്ദേമാതരത്തിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1947 ആ ബാധ്യത, ആ പ്രാരാബ്ദം നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞൂന്നേ. പുതിയൊരു രാജ്യമുണ്ടാക്കി, എന്താണ്, ഒരു മതരാജ്യം ഉണ്ടാക്കി കൊടുത്തയിടത്ത് നമുക്കത് കഴിഞ്ഞൂന്നേ. പിന്നെ ശ്രീ ജവാദ് ഇവിടെ പറയുന്നുണ്ടെന്നാണ്, ഈ രാജ്യത്ത് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഏകദൈവ വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നാളെ ഒരു ആർമിയിൽ പോയി ജോയിൻ ചെയ്യുന്നു. ആർമിയിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള ആർമികളുടെ വാർ ക്രൈ ഉണ്ട്. ഇപ്പോൾ ഗോർഖ റൈഫിൾ,
ജയ് മാ കാളി അയോ ഗോർക്കാളി, ഇതാണ് ഗോർക്ക റൈഫിൾസിന്റെ ബാറ്റിൽ ക്രൈ എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് നിങ്ങൾ നാളെ മുതൽ ഇതോടെ വിളിക്കാൻ പറ്റില്ല, ഞാനിവിടെ ഏകദൈവ വിശ്വാസിയാണ്, ഇത് എന്റെ മതവിശ്വാസത്തിനെതിരാണ്, നേരത്തെ പറഞ്ഞ 3 കുട്ടികളുടെ കാര്യം പറഞ്ഞാലും ഇവർ അവിടെ ചെന്ന് എന്ന് പറഞ്ഞ ഉടനെ നാളെ മുതൽ ഗോർക്ക റൈഫിൾസ് അവരുടെ ബാറ്റിൽ ക്രൈ മാറ്റണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? രജ്പുട്ട് റൈഫിൾസിന്റെ ബാറ്റിൽ ക്രൈ എന്താ? ജയ് രാജ രാമചന്ദ്രാണ്. അവിടെ ചെന്ന് നിന്നിട്ട് പറയൂ നിങ്ങൾ ഇത് വിളിക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, ഈ രാജ്യം മതേതരമാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ബാറ്റിൽ ക്രൈയും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ള തലത്തിൽ അവിടെ ചെന്ന് നിന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ. ഇത് ആർക്കെങ്കിലും എതിരാകുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരെ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരാണോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ നേരിട്ട് ആക്രമിക്കുന്നുണ്ടോ, പരോക്ഷമായിട്ട് ആക്രമിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അജണ്ട ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. ദേ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഓക്കെ ആകുന്ന കാര്യം ഞങ്ങൾക്ക് കേട്ടാൽ അത് ശരിയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതൊന്നും ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ 1947 ലാഹോറിൽ ട്രെയിൻ കയറ്റി വിട്ടിട്ടുണ്ട്. ആ ട്രെയിൻ മിസ്സായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാറിയിരുന്ന് അങ്ങോട്ട് കരയുക, വന്ദേ മാതരം പരിപൂർണമായിട്ടും തന്നെ ഈ രാജ്യത്ത് പാടും, കേരളത്തിൽ രണ്ടുപേരാണ് വന്ദേ മാതരത്തെ എതിർത്തിരുന്നത്, ഒന്ന് ബ്രിട്ടീഷുകാരും പിന്നെ അന്നത്തെ മുസ്ലിം ലീഗുകാരും. ഇതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മുസ്ലിം ലീഗുകാർക്കെതിരെയും ഈ ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയാണ്, സമയക്കുറവുണ്ടല്ലോ. ഇന്ന് രാജ്യത്തിന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ നല്ലൊരു ദിവസത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ കൊന്നവര് RSSകാരും BJPക്കാരും. അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. തെളിവ് വെച്ചിട്ട് പോകണം, പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. മഞ്ജുഷേ, അല്ല ഈ മഹാത്മാഗാന്ധിജി 12 പ്രതികളുണ്ട്. അല്ല യുവരാജെ, മഹാത്മാഗാന്ധിജിയെ കൊന്ന വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. ഈ 12 പ്രതികളും ഹിന്ദുത്വ തീവ്രവാദികളാ. അല്ല നിങ്ങള് ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ തറവാട്ട് ഇതാണോ ഇന്ത്യ? അതെ, മനസ്സിലാക്കി. അല്ല നിങ്ങൾ നോക്ക്, നിങ്ങള് മഞ്ജുഷിന്റെ ചോദ്യം തെറ്റാണ്. മഞ്ജുഷ് പറഞ്ഞത് ഞങ്ങളല്ല ഇതിനെതിരെ, ഇതിന് നമ്മുടെ മഹാത്മാഗാന്ധി, അത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇങ്ങനെ തീരുമാനിച്ചത്. എന്നിട്ട് BJPക്ക് അനുസരിച്ച് അവർ സ്വത്വത്തിലേക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അല്ല പറയട്ടെ, നിങ്ങൾ സ്വത്വത്തിലേക്ക് പോകണമെന്ന യുവരാജ് പറയുന്നത്. എന്താണ് സ്വത്വം? നിങ്ങൾ പറ. കോൺഗ്രസ് സ്വത്വത്തിലേക്ക് പോകുന്നില്ല അത്രേ. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്വത്വം? ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷത്തോടെ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മൾ അഭിമാനമേ പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് രാജ്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിഷം കലർത്താൻ BJP ശ്രമിച്ചിട്ട് കാര്യമില്ല, വിജയിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ അറിയോ? അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ നിങ്ങൾ ഒരുപാട് ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദ് എന്ന പാർലമെന്റ് മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വോട്ടിനാണ് BJP തോറ്റു തുന്നമാടിയിട്ടുള്ളത്. ഹൈന്ദവ മതവിശ്വാസം നിങ്ങൾക്കെതിരെ തന്നെയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, BJP വേറെ, ഹൈന്ദവ മതവിശ്വാസം വേറെ. അത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. മതത്തിനെതിരാണ്. അടിസ്ഥാനത്തിലാണോ അവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ നിങ്ങൾ അങ്ങോട്ട് പറയാൻ സമ്മതിക്ക്. ഓരോ സ്ഥലത്തെയും അതാത് രാഷ്ട്രീയ പരിതസ്ഥിതി അനുസരിച്ചിട്ടായിരിക്കും പരാജയം ഉണ്ടാകുന്നത്. അല്ല താങ്കളെ കാതലായ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വന്നില്ല കേട്ടോ. താങ്കൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഞാൻ കൂടി ചോദിക്കുകയാണ്, കേരളത്തിൽ മാത്രമാണ് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കാതിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അത് ലീഗ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് വരുന്നത്. അതിനുള്ള മറുപടി പറയുന്നില്ല ഷാക്കിർ. മഞ്ജുഷേ, ഞാൻ പറയട്ടെ, അതിനിടയ്ക്ക് യുവരാജ് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കേട്ട് ഞാൻ പോവാണ് വേണ്ടത്? അല്ലല്ലോ, ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ പറഞ്ഞതിന്റെ ആകെ പൊരുൾ, BJP എന്നത്
ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ്. അതെ, മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരോ മറ്റു മതവിശ്വാസികളോ അംഗീകരിക്കുന്നില്ല. അതിന്റെ തെളിവ് കൂടിയാണ് ഈ വന്ദേ മാതരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിജിയും എല്ലാവരും സ്വീകരിച്ചത്. പക്ഷെ കോൺഗ്രസ് ആ നിലപാട് എടുക്കുന്നില്ലല്ലോ ഷാക്കിറെ. മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കുഴപ്പമില്ലെന്നേ വന്ദേ മാതരത്തിന്. അല്ല, നിങ്ങൾ മഞ്ജുഷിന്റെ ലക്ഷ്യം എന്താണ്? മഞ്ജുഷൻ നമ്മൾ കൃത്യമായി പറഞ്ഞു, രാജ്യത്ത് BJP ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി. നിങ്ങൾ മഞ്ജുഷ് തന്നെ കൃത്യമായി പറഞ്ഞു, പാടുന്നവർക്ക് പാടാം, പാടാതിരിക്കുന്നവർ പാടാതിരിക്കാം. പാടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ തീരുമാനമെടുത്തത്. അല്ല, അത് അവര് മറുപടി പറയട്ടെ. അതിന് ഈ യുവരാജ് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അല്ല, അത് ആര് മറുപടി പറയട്ടെ എന്നാണ് ഷാക്കിറെ. നിങ്ങളെ ദേശീയ തലത്തിൽ തന്നെ INDI മുന്നണിയായിട്ട് നിൽക്കുന്നവരല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ INDI മുന്നണിയിൽ നിന്ന് പിൻവാങ്ങിയോ? ഇല്ലല്ലോ. നിങ്ങൾ കർണാടകത്തില് കോൺഗ്രസുമായിട്ട് ടൈപ്പായിട്ടല്ലേ മുമ്പോട്ട് പോകുന്നത്? തെലങ്കാനയിൽ നിങ്ങളില്ലേ? അപ്പൊ നിങ്ങൾ അവിടെ നിന്നെല്ലാം പിൻവാങ്ങിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് പറയട്ടെ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ദേശീയ രാഷ്ട്രീയത്തില് വന്ദേ മാതരം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടൊരു കേരള വിഷയമല്ലല്ലോ, അതൊരു ദേശീയ വിഷയം തന്നെയല്ലേ? ആ ദേശീയ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ കോൺഗ്രസ് പാടി, തെലങ്കാനയിൽ കോൺഗ്രസ് പാടി, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് പാടി. അത് ചോദിക്കുമ്പോൾ അവര് പറയട്ടെ എന്ന് പറയാൻ നിങ്ങളും അവരും എന്താ സെപ്പറേറ്റ് ആണോ? നിങ്ങൾ ഒരു മുന്നണിയുടെ ആൾക്കാരല്ലേ? അത് അല്ല യുവരാജെ, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ മറുപടി പറയണം, നിങ്ങൾ വാശി പിടിക്കരുത്. അല്ലല്ല, ഞാൻ വാശി പിടിക്കുന്നതല്ല, നിങ്ങളുടെ മറുപടി എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്നു അവര് പറയട്ടെ. ആര് പറയട്ടെ? ആരാണ് അവര്? സ്റ്റാൻഡ് നിങ്ങൾക്കിഷ്ടം. നിങ്ങൾക്കിഷ്ടം. ഞാൻ നേരത്തെ രാമക്ഷേത്രം ഉദാഹരണം പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ കൊണ്ടുവന്ന അജണ്ടകൾ RSS 100 കൊല്ലം സമയമെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതിനെ ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികൾ തള്ളിക്കളഞ്ഞത് എന്താണെന്നറിയോ? പള്ളി പൊളിച്ചെടുത്ത് പോയി. അപ്പൊ ഞങ്ങൾ അവിടെ അപ്പോഴും മുമ്പോട്ട് പോകുന്ന അങ്ങനെ തന്നെയല്ലേ? പിന്നെ ആ ഫൈസാബാദ് മണ്ഡലത്തിൽ അയോധ്യ ഇരിക്കുന്ന നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങളാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അല്ലല്ല, ക്ഷേത്രം ഇരിക്കുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് ലീഡ്. അല്ല, ഈ ആരോപണത്തിൽ നിന്ന് ഷാക്കിർ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുഴപ്പമില്ല. അല്ല മഞ്ജുഷേ, പറയട്ടെ മഞ്ജുഷേ, നിങ്ങൾ യുവരാജിന് പറയാനുള്ള സമയം മുഴുവൻ കൊടുത്ത് അദ്ദേഹം തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടു പോകണം. ഞാൻ എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞു പോയാൽ മതിയോ? ഞാൻ പറഞ്ഞത് യുവരാജ് വളരെ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിച്ച രാമക്ഷേത്രം അത് പള്ളി പൊളിച്ചുണ്ടാക്കിയതാണ്. അത് പള്ളി പൊളിച്ചുണ്ടാക്കിയ ഒരു പള്ളി പൊളിച്ചുണ്ടാക്കിയതല്ല. അത് പള്ളി പൊളിച്ചുണ്ടാക്കിയതല്ല. ആ ഇരുന്ന സ്ട്രക്ചറിന്റെ പുറത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ഒരേപോലെ അധികാരം എന്നുള്ള നിലയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ പള്ളിയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ലായിരുന്നു. അതിനെ തർക്കമന്ദിരം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. വിഷയം മാറ്റിക്കൊണ്ട് പോവുകയാണ്. സാക്കിറിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ സംസാരിക്കാനൊന്നുമില്ല. എങ്ങനെയും വിഷയം മാറ്റി ഓടണം. ഇൻഫ്ലേഷനൊക്കെ കൊണ്ടുവരാൻ നോക്കി, അതൊക്കെ തേഞ്ഞ് പണ്ടാരടങ്ങി പുതിയ ഇടത്താക്കി പോകും. ഗോൾ പോസ്റ്റ് വേറൊരിടത്തെ കൊണ്ടുപോകുന്നേക്ക്. അല്ല, ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ട കഥയൊക്കെ പറഞ്ഞല്ലോ. ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ട കഥ പറഞ്ഞു. വന്ദേ മാതരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വന്ദേ മാതരത്തിൽ നിന്ന് സംസാരിക്കാനാണ് അതിനുള്ള മറുപടി നൽകാമല്ലോ ഷാക്കിറിന്. അതേ ആരോപണത്തിൽ ഈ യുവരാജ് പറയാത്ത കഥകളില്ല. അത് ഇവർ സ്ഥിരമായി BJP പറയുന്ന ചില ഭാഷ എവിടെ കൊണ്ടെത്തിച്ചാലും കോൺഗ്രസിലെ മുസ്ലിം ലീഗിന്റെ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് മറുപടി കൃത്യമായി പറഞ്ഞോളൂ. എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ വേറെ വല്ലയിടത്തും പോയി എനിക്ക് മറുപടി പറയണ്ടേ? അതിന് അല്ല, ഞാൻ ലാഹോറിലെ വിഷയം പറഞ്ഞത് എന്താണ്? പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് വിഷയം പറഞ്ഞത്. ദുരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വിഷയം പറഞ്ഞത്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോളൂ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ദുരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല. ഇന്ത്യയിലെ നിലവിലുള്ള മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ആ വാദത്തിനെതിരാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ അന്നത്തെ വോട്ടിങ്ങിന്റെ പാറ്റേൺ വെച്ച് പറയൂ. നോക്കൂ, ഇന്ത്യയിലെ 90% മുസ്ലിങ്ങളും അതിനെതിരായിരുന്നു എന്നൊക്കെ വേണം നിങ്ങൾ പറയൂ. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾക്ക് അതുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ ആകെ BJPയുടെ ആകെ പരിപാടി തരും ചരിത്രത്തെ വളച്ചൊടിക്കുക, തെറ്റായി നിങ്ങൾ ശരിയായിട്ട് വ്യാഖ്യാനിച്ചാൽ മതി. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല സാക്കറെ. ശരി, നിങ്ങൾ എന്റെ വാദം ഇത്രയേ ഉള്ളൂ. അന്ന് ഇന്ത്യയില് ഒരു ഹിതപരിശോധന നടത്തുമ്പോൾ 95% മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ ഞങ്ങൾക്ക് മറ്റൊരു രാജ്യം വേണമെന്നായിരുന്നു. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതേ വിഷയത്തിൽ തെന്നി മാറുകയാണ്. യുവരാജ് തെറ്റായ കണക്ക് പറയല്ലേ? എന്ത് തെറ്റായ കണക്ക്? അന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കണക്കുമെടുത്തോ? അല്ലല്ല, കേൾക്ക് യുവരാജെ, അന്നത്തെ പാകിസ്ഥാനികളെ മുസ്ലിങ്ങളെ കണക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കണക്കുമെടുക്ക്. എങ്ങനെയാണ് 90%? മാത്രമല്ല, പാകിസ്ഥാനിലെ ആദ്യത്തെ നിയമമന്ത്രി ആരെന്നറിയോ?
ആരാ മുസ്ലിമാ? അല്ല, അയാൾക്ക് എന്ത് ആണോ? പറയൂ. 6 വർഷം കഴിഞ്ഞ ഈ രാജ്യത്ത് അതുകൊണ്ട് മതതീവ്രവാദികളാണെന്നും പറഞ്ഞ് പെട്ടിയും കൊടുത്തെടുത്ത് ജീവനോടെ ഇന്ത്യയിലേക്ക് ഓടി. അതും കൂടെ പറയൂ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വന്ദേ മാതരത്തിൽ കോൺഗ്രസ് വെട്ടിലായോ? കോൺഗ്രസ് വെട്ടിലായെന്ന് 69% പ്രേക്ഷകർ, ഇല്ല എന്ന് 29%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.